ഇതാ റെസിസ്റ്റൻസ് നമ്മൾ പാരലായിട്ട് 2Kൻ്റെ പാരലായിട്ട് ഒരു 10K കൂടി ഇട്ടു. എന്ന് വെച്ചാൽ അതിൻ്റെ സിമ്പിൾ ആലോചിച്ച് ഇങ്ങനെയാണ്. 2Kൻ്റെ 5 വോൾട്ടാണ്, 2Kക്ക് 5 വോൾട്ടാണ് കിട്ടുന്നത്. നമുക്ക് അതിൻ്റെ 5-1 കൂടണം അല്ലേ, 6 അല്ലേ. 5-1 വെച്ചാൽ 1 വോൾട്ട്, 1 വോൾട്ട് ആയാലും 6 വോൾട്ട് കിട്ടും. 6 വോൾട്ട് കിട്ടാൻ 2K ആണ് ഇതിലുള്ളത്, 5 വോൾട്ട് കിട്ടാൻ. അപ്പോൾ അതിൻ്റെ 5-1 കുറയണം. 5-1 കുറയണമെങ്കിൽ പാരലായിട്ട് റെസിസ്റ്റൻസും കൂടി 2Kൻ്റെ പാരലായിട്ട് വേറെ റെസിസ്റ്റൻസും കൂടി പാരലായിട്ട് ഇടുകയാണ് ചെയ്തത്. ആ പാരലായിട്ട് ഇടുന്നത് എത്ര വേണം എന്നുള്ളതാണ്. 5-1 കുറയണമെന്നുണ്ടെങ്കിൽ അപ്രോക്സിമേറ്റ്ലി സിമ്പിളായിട്ട് എടുത്ത ലോജിക്ക് 2Kൻ്റെ 5 ഇരട്ടി എടുത്തു, 10K. ആ 10K എടുത്തിട്ട് ഈ 2Kന് പാരലാക്കി ഇട്ടു. അങ്ങനെ ഇട്ടപ്പോൾ നമുക്ക് കിട്ടിയ ഭാഗ്യം കൊണ്ടാണ്, എന്നാലും കറക്റ്റ് 6 വോൾട്ട് കിട്ടി അല്ലേ. അതാണ് കേട്ടോ, വർക്ക് അങ്ങനെയാണ് പഠിക്കുന്നത്. ഇനി നമ്മൾ മാറ്റം വരുത്താത്തതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളതും കൂടി നോക്കാം കേട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മറ്റു ഇതൊന്നും അടിയിൽ വരാൻ പാടില്ല, അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോളാം കേട്ടോ. നേരത്തെ ഇവിടെ വലിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, എല്ലാം കൂടി ഷോർട്ടാക്കിയ പോലെ. അത് നിങ്ങൾ അടുത്തതിലേക്ക് ആവർത്തിക്കാണ്ട് അത് നിങ്ങളെല്ലാവരും കണ്ട് മനസ്സിലാക്കുക കേട്ടോ. അത് ആര് ചെയ്താലും ഇതൊക്കെ തന്നെയാണ്. എന്നാലും ഫസ്റ്റ് ഞാൻ കൊടുത്തു, ഇൻഡിക്കേഷൻ വന്നില്ലല്ലോ, ഷോർട്ടായിട്ട് പോയോന്ന് എനിക്ക് സംശയം. ജസ്റ്റ് ഒന്നും കൂടി വെച്ചോ. ഇതിലെന്തോ പ്രശ്നം, ബോൾട്ട്